നമസ്കാരം. ഇന്ത്യക്ക് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടി എന്ന് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ത്യക്ക് സ്വിറ്റ്സർലാൻഡിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറിലെ ഏറ്റവും അനുകൂലമായ രാഷ്ട്രപദവി വ്യവസ്ഥയിൽ നിന്നാണ് സ്വിസ് സർക്കാർ താൽക്കാലികമായി ഇപ്പോൾ ഇന്ത്യയെ ഒഴിവാക്കിയിരിക്കുന്നത്. മുൻഗണനാ പട്ടികയിൽ നിന്നും ഇന്ത്യൻ കമ്പനികളെ ഒഴിവാക്കിയുള്ള സ്വിറ്റ്സർലാൻഡിന്റെ തീരുമാനം ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഇന്ത്യൻ കമ്പനികൾക്ക് സ്വിറ്റ്സർലാൻഡ് MFN പദവിയാണ് ഇതുവരെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പദവിയാണ് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ സ്വിസ് നിക്ഷേപത്തെ ബാധിക്കുകയും യൂറോപ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഉയർന്ന നികുതി ചുമത്താൻ കാരണമാവുകയും ചെയ്തു. ഇത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്വിസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസംബറിലെ ഏറ്റവും പുതിയ പ്രസ്താവനയാണ് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. 2025 ജനുവരി 1 മുതൽ സ്വിറ്റ്സർലാൻഡിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങളും കമ്പനികളും പൗരന്മാരും ഉയർന്ന നികുതി നൽകേണ്ടി വരും. ഇതിന്റെ ഫലമായിട്ട് നേരത്തെ നൽകിയിരുന്നത് 5% നികുതി ആണെങ്കിൽ പുതിയ തീരുമാനപ്രകാരം ഇത് 10% ഇരട്ടിയായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ പ്രകാരമാണ് ഇന്ത്യൻ കമ്പനികൾക്കടക്കം സ്വിസ് സർക്കാർ മുൻഗണനാ പട്ടികയിൽ ഇടം നൽകിയത്. സുപ്രീം കോടതിയുടെ തീരുമാനത്തെ തുടർന്നാണ് പുതിയ നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നതാണ് സ്വിസ് സർക്കാർ പറയുന്നത്. കഴിഞ്ഞ വർഷം നെസ്ലെയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ആദായ നികുതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തില്ല എങ്കിൽ ഇരട്ട നികുതി കരാർ നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ചിരുന്നു. ഇതാണ് സ്വിസ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും പരസ്പരം MFN പദവി നൽകുന്നുണ്ട്. വലിയ തടസ്സങ്ങളില്ലാതെ വ്യാപാരം നടത്താൻ കഴിയുന്ന ഈ പദവി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ വലിയ തോതിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. എന്നാൽ ഈ പദവിയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ പുറത്തായിരിക്കുന്നത്. ഇതോടെ കൂടുതൽ നികുതി നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്.